നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾ ഇനി ലഗേജിന്റെ കാര്യത്തിൽ അധികം ടെൻഷൻ അടിക്കേണ്ട. യാത്ര പുറപ്പെടുമ്പോൾ എല്ലാവർക്കുമുള്ളൊരു ആശങ്കയാണ് ലഗേജിന്റെ ഭാരം കൂടിയോ എന്നുള്ളത്. ഇനി നിങ്ങൾ ഗോ ഫസ്റ്റ് എയർലൈനിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഈ ആശങ്ക കുറച്ചൊക്കെ അങ്ങ് മാറ്റിവെക്കുന്നതാണ് നല്ലത്. ലഗേജിന്റെ ഭാരം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഗോ ഫസ്റ്റ് എയർലൈൻ. മസ്കറ്റ്, കണ്ണൂർ സെക്ടറുകളിൽ 30 കിലോയിൽ നിന്ന് ഒറ്റയടിക്കാണ് 40 കിലോയിലേക്ക് കൂട്ടിയിരിക്കുന്നത്. ഇനി മുതൽ പ്രവാസികൾക്ക് ഗോ ഫസ്റ്റിന്റെ ഈ സെക്ടറുകളിൽ 40 കിലോഗ്രാം ലഗേജ് കൊണ്ടുപോകാം. ഹാൻഡ് ബാഗേജ് 7 കിലോയ്ക്ക് പുറമെയാണ് ഇത്. നേരത്തെ ഇത് 30 കിലോ ആയിരുന്നു. പരിമിതമായ കാലയളവിലേക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. നവംബർ മുതൽ ഡിസംബർ 15 വരെയാണ് ഇത് നിലവിലുള്ളത്. കണ്ണൂരിൽ നിന്ന് മസ്കത്തിലേക്കും തിരിച്ചുമാണ് ഗോ ഫസ്റ്റ് എയർലൈൻ നേരിട്ട് സർവീസ് നടത്തുന്നത്. ഒമാൻ ദേശീയ ദിനത്തോടനുബന്ധിച്ചാണ് അനുവദനീയമായ ലഗേജിന്റെ ഭാരം ഗോ ഫസ്റ്റ് എയർലൈൻ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. മറ്റ് വിമാന കമ്പനികളും ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് പ്രവാസികൾ. അതുപോലെ ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകൾക്ക് ക്രിസ്മസ് ശൈത്യകാല അവധി അടുത്ത മാസം ആരംഭിക്കാനിരിക്കെ വിമാന കമ്പനികൾ നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഡിസംബർ പകുതിയോടെ ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകൾ അടയ്ക്കുന്നതും ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്കായി നാട്ടിൽ പോകുന്നവരുടെയും തിരക്ക് മുന്നിൽ കണ്ടുകൊണ്ടാണ് കേരള സെക്ടറിലേക്ക് സർവീസ് നടത്തുന്ന എല്ലാ വിമാന കമ്പനികളും യാത്രാ നിരക്കുകൾ കുത്തനെ ഉയർത്തിയത്. പൊടുന്നനെ വിമാന ടിക്കറ്റുകൾ കുറച്ച കമ്പനികളെല്ലാം തന്നെ വീണ്ടും സീസൺ എത്തിയതോടെ ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർത്തുകയാണ് ചെയ്തത്. ഇനി വരാനിരിക്കുന്ന ആഘോഷങ്ങൾ കണക്കിലെടുത്താണ് വിമാന കമ്പനികളുടെ ഈ നീക്കം. ഒമാനിൽ നിന്ന് നാട്ടിലേക്ക് പറക്കാൻ പ്രവാസികൾ ഇനി അല്പം ബുദ്ധിമുട്ടേണ്ടി വരും. കാരണം ടിക്കറ്റ് നിരക്ക് അത്രയും അധികമാണ് ഉയർന്നിരിക്കുന്നത്. ടിക്കറ്റ് നിരക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഡിസംബർ മുതൽ നിരക്ക് വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുറഞ്ഞ വിമാന നിരക്കിന് പേരുകേട്ട സലാം എയർ പോലും പ്രവാസികളെ കൈയൊഴിഞ്ഞ് ഡിസംബറിൽ നിരക്കുകൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. എയർ ഇന്ത്യ എക്സ്പ്രസ് കേരളത്തിലെ എല്ലാ വിമാനത്താവളങ്ങളിലേക്കും ഡിസംബർ 1 മുതൽ നിരക്കുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഡിസംബർ 2-ന് 96 റിയാലാണ് ഈടാക്കുന്നത്. ഡിസംബർ 13-ന് 108 റിയാലും 17 മുതൽ 123 റിയാലും നിരക്കുകൾ ഉയരുന്നുണ്ട്. ഡിസംബർ 23-ന് 143 റിയാലാണ് നിരക്ക്. നവംബറിലെ നിരക്കിന്റെ 3 മടങ്ങാണിത്. ഒമാൻ എയർ അടുത്ത മാസം 1 മുതൽ ചില ദിവസങ്ങളിൽ 162 റിയാലായി നിരക്ക് ഉയർത്തുന്നുണ്ട്. 15-ന് ശേഷം ചില ദിവസങ്ങളിൽ 171 റിയാലാണ് നിരക്ക് ഈടാക്കുന്നത്. കണ്ണൂരിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് നിരക്ക് ഡിസംബർ ആദ്യം ചില ദിവസങ്ങളിൽ 118 റിയാൽ വരെയും 15-ന് 138 റിയാലായും ഉയരുന്നുണ്ട്. എന്നാൽ ഗോ എയർ കണ്ണൂരിലേക്ക് താരതമ്യേന കുറഞ്ഞ നിരക്കാണ് ഈടാക്കുന്നത്. ഡിസംബർ 9 വരെ 49 റിയാലും പിന്നീട് 70 റിയാലും ഈടാക്കുന്നുണ്ട്. നിലവിൽ ഗോ എയർ കണ്ണൂർ സർവീസിന്റെ കൂടിയ നിരക്ക് 87 റിയാലാണ്. കൊച്ചിയിലേക്കും എക്സ്പ്രസ് നിരക്കുകൾ 123 റിയാലാണ്. ഇത് 143 റിയാൽ വരെയും ആകുന്നുണ്ട്. സലാം എയർ തിരുവനന്തപുരത്തേക്ക് ഡിസംബറിൽ 81 റിയാലാണ് നിരക്ക്. ചില ദിവസങ്ങളിൽ 121 റിയാൽ വരെയും ഉയർത്തിയിട്ടുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസ് തിരുവനന്തപുരത്തേക്ക് 1-ാം തീയതി മുതൽ 97 റിയാലാണ് കുറഞ്ഞ നിരക്ക്. പിന്നീട് 112 റിയാലായും വർദ്ധിക്കുന്നുണ്ട്. നവംബറിലുള്ള നിരക്കിനേക്കാൾ ഇരട്ടിയാണ് സ്കൂൾ അവധിക്കാലത്ത് സലാം എയർ പോലും ഈടാക്കുന്നത്. എന്തായാലും വിമാന കമ്പനികൾ നിരക്കുയർത്തിയിരിക്കുന്നത് പ്രവാസികൾക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.